നമസ്കാരം. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ കല്ലറ തുറക്കുമ്പോൾ, കല്ലറ പൊളിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്തൊക്കെയാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വാർത്ത. ആ വിഷയത്തിലെ രാഷ്ട്രീയം, ആ വിഷയത്തിലെ വർഗീയത, ആ വിഷയത്തിൽ മാധ്യമങ്ങൾ നടത്തുന്ന ചില റേറ്റിംഗ് കളികൾ, അതുപോലെ തന്നെ ഈ ഗോപൻ സ്വാമിയുടെ മൃതശരീരം പുറത്തെടുത്ത് ഉടൻ തന്നെ ഫോറൻസിക് പരിശോധന നടത്തണം എന്ന് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ട് എന്നതിനെ കുറിച്ചൊക്കെയാണ് വളരെ വ്യക്തമായി തന്നെ നമ്മൾ ഇന്ന് പ്രേക്ഷകരുമായി ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകൾ, നിരവധി ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് മരണമല്ല, സമാധിയാണ് എന്നാണ് മരിച്ച ഗോപൻ സ്വാമിയുടെ മകൻ, പൂജാരി കൂടിയായിട്ടുള്ള രാജസേനൻ മാധ്യമങ്ങളോട് പറയുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് ഗോപൻ സ്വാമി എന്ന് പറയുന്ന മണിയൻ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു ചുമട്ട് തൊഴിലാളിയായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ശേഷം അദ്ദേഹം BMS എന്ന് പറയുന്ന ഒരു ചുമട്ട് തൊഴിലാളി സംഘടനയുടെ ഭാഗമായിട്ടൊക്കെ അദ്ദേഹം പ്രവർത്തിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പിന്നീട് അദ്ദേഹം ഇതുപോലെ ഒരു സ്വാമിയായിട്ട് അറിയപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കടക്കുന്ന അവസ്ഥയൊക്കെയാണ് ഉണ്ടായത്. പെട്ടെന്ന് ഒരു ദിവസം ഈ പറയുന്ന ഗോപൻ സ്വാമിയെ കാണാതാകുന്നു. പിന്നീട് ഇവർ നാട്ടുകാർ കാണുന്നത് ഫ്ലെക്സിലൂടെ ഇങ്ങനെ സമാധിയായി എന്ന വാർത്തയാണ്. ആ വാർത്തയുടെ ചൂട് പിടിച്ച് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ, നാട്ടുകാർ ചില പരാതികൾ ഉന്നയിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ വിഷയം വലിയ തോതിൽ തന്നെ മാധ്യമങ്ങളിൽ വാർത്തയാകുന്നത്, ചർച്ചയാകുന്നത്. നമ്മളെ ഏറെ ഞെട്ടിപ്പിച്ചത് ഗോപൻ സ്വാമിയുടെ മകന്റെ പ്രതികരണം തന്നെയായിരുന്നു. രാജസേനൻ എന്ന് പറയുന്ന ഈ ഗോപൻ സ്വാമിയുടെ മകൻ, ആ പൂജാരിയായിട്ടുള്ള മകൻ എന്തൊക്കെയാണ് പറയുന്നത്? അച്ഛൻ മരിച്ചതല്ല, അച്ഛന്റെ ഈ പറയുന്ന പോലെ മരണത്തെ നിങ്ങൾ അങ്ങനെയൊന്നും വിളിക്കരുത്, അച്ഛന്റെ സമാധിയാണ് എന്നാണ് പറഞ്ഞത്. അച്ഛൻ സമാധിയായതാണ് എന്ന് പറയുമ്പോഴും എങ്ങനെ സമാധിയായി എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതായത് വ്യാഴാഴ്ച രാവിലെ 10 കൂടി തന്നെ അടുത്തുള്ള വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ പൂജാ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അച്ഛൻ നേരെ, അതായത് സമാധി ആകാൻ വേണ്ടി പോവുമായിരുന്നു. അങ്ങനെ അദ്ദേഹം പത്മാസനത്തിൽ വന്നിരുന്നു എന്ന് പറയുന്നു. പിന്നെ ശേഷം ഈ പറയുന്ന പോലെ അച്ഛൻ അങ്ങനെ ഇരുന്നു. പിന്നീട് അച്ഛനൊരു അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ സമാധി ആവുകയാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. കുറെ പൂജകളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പൂജകളൊക്കെ ചെയ്തു. അവസാനം അച്ഛന്റെ മൂക്കിൽ ഞാനിങ്ങനെ തൊട്ടു നോക്കി, ശ്വാസമൊന്നുമില്ല, നാഡീ ഞരമ്പുകളൊന്നും അനങ്ങുന്നില്ല. അതുപോലെ തന്നെ വയറൊക്കെ ഇങ്ങനെ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ താഴ്ന്നും പോകുകയൊക്കെ ചെയ്യില്ല. അങ്ങനെ ഒന്നും ചെയ്യേണ്ടായിരുന്നില്ല. അപ്പൊ ഞാനങ്ങ് ഉറപ്പിച്ചു അച്ഛൻ മരിച്ചു എന്ന് ഞാനങ്ങ് ഉറപ്പിച്ചു. മാത്രമല്ല അച്ഛന്റെ ആത്മാവ് വിഗ്രഹത്തിലേക്ക് പോകുന്നതൊക്കെ അറിയാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലുള്ള ചില പ്രതികരണങ്ങളൊക്കെയാണ് ഈ പറയുന്ന രാജസേനൻ തുടക്ക സമയത്ത് നടത്തിയത്. സ്വാഭാവികമായിട്ടും ആളുകൾ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ച്, എന്തുകൊണ്ട് ഈ പറയുന്നത് പോലെ ഇദ്ദേഹം സമാധിയായപ്പോൾ നാട്ടുകാരോട് പറഞ്ഞില്ല, അതുപോലെ തന്നെ മറ്റു ആളുകളെ ഒന്നും അറിയിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ സമാധിയാകുന്ന കാര്യം ആരും അറിയരുത്, അങ്ങനെ അറിയാൻ പാടില്ല എന്നാണ് രാജസേനൻ പറയുന്നത്. അപ്പൊ അതിനെ ചൂട്ടുപിടിച്ചുകൊണ്ട് രാജസേനൻ പറയുന്നുണ്ട്, ശ്രീനാരായണ ഗുരുവിന്റെ സമാധി പോലെയാണ് എൻ്റെ അച്ഛന്റെ സമാധി എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ സമാധി ആകുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ സമാധി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ മറ്റാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമുണ്ടോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പോൾ, അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊക്കെ രാജസേനൻ പറയുന്നത് വെറും തട്ടിപ്പാണെന്ന് നമുക്ക് ഒറ്റ വാക്കിൽ തന്നെ വായിച്ചെടുക്കാൻ കഴിയും. അപ്പൊ അത്തരത്തിലുള്ള വസ്തുതകളൊക്കെ ആളുകൾ മനസ്സിലാക്കി തുടങ്ങി. ആ മരണവുമായി ബന്ധപ്പെട്ട്, അത് സമാധിയല്ല, മരണവുമായി ബന്ധപ്പെട്ട് വേറെ ചില സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ എന്ന സംശയങ്ങൾ പലർക്കും ജനിക്കാൻ തുടങ്ങിയെന്ന് കണ്ടപ്പോൾ അദ്ദേഹം അതിലൊരു വർഗീയത കുത്തിത്തിരിക്കുകയാണ്. അതായത് ഈ കല്ലറ പൊളിച്ച് മൃതശരീരം പുറത്തെടുത്ത് ഫോറൻസിക് പരിശോധന നടത്താൻ വേണ്ടി ഒരു സംഘം അങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ അമ്മയും മക്കളും ഒക്കെ കൂടി ആ കല്ലറയ്ക്ക് ചുറ്റുമിരുന്ന് ചില നാടകീയ സംഭവങ്ങൾ ഉണ്ടാക്കുന്നു. അതിനിടയിൽ ഒരാൾ വിളിച്ചു പറയുന്നുണ്ട്, അതായത് ഞങ്ങളുടെ ഹിന്ദുക്കളുടെ ആചാരമാണ്, അതായത് അതിലൊരു വർഗീയത കുത്തിത്തിരിക്കുകയാണ്. അതായത് ഇത് പൊളിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് ഒരു വിഭാഗം ആളുകളാണ്, അവരുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഇറങ്ങുന്നതാണ്, അവർ SDP-ക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് ഈ വിഷയത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ വേണ്ടി, വലിയൊരു കാട്ടുതീയാക്കാൻ വേണ്ടിയുള്ള ശ്രമം കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ വക്കീൽ പോലും നടത്തിക്കൊണ്ടിരിക്കുന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തിയ പ്രതികരണങ്ങളൊക്കെ സ്വാഭാവികമായും പക്ക വർഗീയത തുപ്പുന്നത് തന്നെയായിരുന്നു. മാത്രവുമല്ല, ഞങ്ങൾക്ക് ഭരണഘടനയൊന്നുമല്ല ഈ പറയുന്ന പോലെ ഞങ്ങളുടെ അടുത്ത് പറയേണ്ടത് ഹിന്ദു ഐക്യവേദിയാണ്, ഹിന്ദു ഐക്യവേദി എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അനുസരിക്കും, അവർക്ക് അതാണ് വലുത് എന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അതായത് കോടതി പറയുകയാണെന്ന് പൊളിക്കണം, അല്ലെങ്കിൽ ഇത് പൊളിച്ച് മൃതശരീരം എടുക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അത് സമ്മതിക്കില്ല. അവർ പറയുന്നത് ഹിന്ദു ഐക്യവേദി പറയണമെന്നാണ് പറയുന്നത്. ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ആളുകൾ, സംഘടനകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൽ അവർ കളിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ്. മാത്രവുമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട്
മാധ്യമങ്ങൾ തുരുതുര അവിടെ വന്ന് പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. മാധ്യമങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തെ നിങ്ങൾ കാട്ടുതീ പോലെ നിങ്ങൾ അല്ലെങ്കിൽ ഇവർ പറയുന്ന ഏതുമൊക്കെ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു കലാപം ഉണ്ടാക്കാൻ, ഒരു വർഗീയ ലഹള ഉണ്ടാക്കാൻ നിങ്ങളും കൂട്ടു നിൽക്കരുത് എന്നാണ് പറയാനുള്ളത്. അവർ പോയ കോടാലിയാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ. അവരുടെ പ്രതികരണങ്ങൾ മുഴുവനും എന്താണ്? അവരുടെ അകത്ത് കിടക്കുന്ന അന്ധത തുറന്നു കാണിക്കുന്നതാണ്. അവരകത്ത് കിടക്കുന്ന ഒരു വർഗീയ ചുവയുള്ള അവരുടെ ഒരു മനോഭാവം തുറന്നു കാണിക്കുന്നതാണ്. അവരുടെ ഓരോ സംസാരത്തിൽ പോലും, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രതികരണത്തിൽ പോലും വർഗീയത നമുക്ക് നിഴലിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും അവർ ഇന്നൊരു വിഭാഗത്തിന്റെ ആചാരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമം നടത്തുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ ആചാരങ്ങൾക്ക് മേലെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ എടുത്തു വെക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും അത് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിനെ ബൂസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരു സാമാന്യ ബുദ്ധിയാണ്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളാകട്ടെ ഈ പറയുന്ന മക്കളെ, അതായത് ഈ പറയുന്ന രാജസേന അടക്കമുള്ള ആളുകളെയൊക്കെ മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് അവരെയും കൊണ്ട് പലതും പറയിപ്പിക്കുന്നു. മാത്രവുമല്ല അവർ പറയുന്ന പല കാര്യങ്ങളും, പല വർഗീയ പരാമർശമടക്കമുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ അവർ പറയുന്ന പല ഇത്തരത്തിലുള്ള വർഗീയതയുടെ വലിയ രീതിയിലുള്ള വിഷവിത്ത് പൊട്ടിമുളയ്ക്കാൻ സാധ്യതയുള്ള സംഭവങ്ങളൊക്കെ അവരും മാധ്യമങ്ങളും വാരി വിതറുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്തിച്ചർച്ച പോലും നമ്മുടെ മാധ്യമങ്ങൾ നടത്തി എന്നുള്ളതാണ്. ആ അന്തിച്ചർച്ച നടത്തിയപ്പോൾ എന്തൊക്കെയാണ് കാണാൻ സാധിച്ചത്? അന്തിച്ചർച്ചയ്ക്ക് കുറച്ച് ആളുകളെ കൊണ്ടുവന്നിരുത്തി, അവരും അതിൽ രാഷ്ട്രീയം കളിക്കുന്നു, അതിൽ വർഗീയത തുപ്പുന്നു. ഈ വിഷയത്തെ പെട്ടെന്ന് അങ്ങ് അടങ്ങാതിരിക്കാൻ, അതങ്ങ് ആളിക്കത്താൻ വേണ്ടി നമ്മുടെ മാധ്യമങ്ങളിൽ ഇരുന്ന് പല ആളുകളും പല ശ്രമങ്ങൾ നടത്തുന്ന കാഴ്ചയാണ് കണ്ടത്. എന്ത് രീതിയിലുള്ള രാഷ്ട്രീയമാണ് കളിക്കുന്നത്? എന്തുകൊണ്ട് പിണറായി വിജയന്റെ പോലീസ് ആ കല്ലറ പൊളിക്കുന്നില്ല? ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഗീയത വാരി വിതറാൻ വേണ്ടി പിണറായി വിജയൻ ഒരു വലിയ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എന്ന രീതിയിലേക്കൊക്കെ വരുത്തി തീർക്കുന്ന രീതിയിൽ വരെ കോൺഗ്രസിന്റെ ചില ആളുകൾ, ചില നേതാക്കൾ പോലും പ്രതികരണം രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ഈ വിഷയത്തെ എങ്ങനെ ഏത് രീതിയിൽ എടുക്കണമെന്ന് നന്നായി തന്നെ സർക്കാരിന് അറിയാം. അതായത് ഒരു പ്രശ്നവുമില്ലാതെ, ഒരു രീതിയിലുള്ള ഒരു വലിയ പൊട്ടിത്തെറിയോ വർഗീയ ലഹളയോ ഉണ്ടാകാതെ ഈ വിഷയത്തെ നല്ല ഭംഗിയായി കൈകാര്യം ചെയ്യാൻ വേണ്ടി തന്നെയാണ് സർക്കാർ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ പറയുന്ന രാജസേനം പറയുന്ന വിഷയങ്ങളൊന്നും തന്നെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ലെന്നേ. രാജസേനം പറയുന്ന വിഷയങ്ങളിൽ മുഴുവൻ ദുരൂഹത നിഴലിക്കുന്നതാണ്. നമുക്കറിയാം 1970 കേന്ദ്ര മരണ ജനന രജിസ്ട്രേഷൻ നിലവിൽ വന്ന സമയം. അതിനുശേഷം 1970 നമ്മുടെ സംസ്ഥാനത്ത് ഈ നിയമം നിലവിൽ വരുന്നത്. എന്താണ് അതിനുശേഷം ഉണ്ടായത്? അതായത് ജനന മരണ കാര്യങ്ങളൊക്കെ, അത് ആ രജിസ്ട്രേഷനൊക്കെ നിർബന്ധമായി നടത്തിയിരിക്കണം എന്നാണ് ആ നിയമം പറയുന്നത്. എന്നാൽ ആ സംഭവങ്ങളൊന്നും തന്നെ ഈ വിഷയത്തിൽ നടന്നിട്ടില്ല. മാത്രവുമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അച്ഛൻ മരിച്ച കാര്യം ഏതെങ്കിലും ഡോക്ടറെ കൊണ്ട് മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ഇല്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അച്ഛൻ പറഞ്ഞു, അച്ഛന്റെ ഇഷ്ടം അച്ഛൻ പറഞ്ഞു, അച്ഛൻ സമാധിയാക്കണം എന്ന് പറഞ്ഞു. ഒരു മകൻ എന്ന നിലയിൽ ഞാൻ നടപ്പിലാക്കി കൊടുത്തു എന്ന് പറയുമ്പോഴും അതിൽ ചില പ്രശ്നങ്ങളുണ്ടല്ലോ. ആ മരണം സ്ഥിരീകരിച്ചിട്ടില്ലെന്നേ. അതായത് ഇപ്പൊ ഞാൻ മരിച്ചു കഴിയുമ്പോൾ എന്റെ ബോഡി ഈ പറയുന്ന മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കണമെന്ന് ഞാൻ എന്റെ ആഗ്രഹം എന്റെ മക്കളോടോ അല്ലെങ്കിൽ എന്റെ മാതാപിതാക്കളോടോ ഞാൻ പറയുന്നു. സ്വാഭാവികമായും ഞാൻ മരിച്ചു എന്ന് സ്ഥിരീകരിച്ച ശേഷം മാത്രമേ അവർക്ക് അത് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ സ്വാഭാവികമായും ഇവിടെ മരിച്ചോ എന്ന് ഒരു ഡോക്ടർ വന്ന് പരിശോധിച്ച് സ്ഥിരീകരിച്ചിട്ടില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് എന്തൊക്കെയോ ഊഹാപോഹങ്ങളുടെ പേരിൽ ഇങ്ങനെ ഒരു കാര്യം പറയുകയാണ്. അതായത് അച്ഛനെ സിമെന്റ് ഇട്ട് അടച്ച് പൂട്ടി വെച്ചിരിക്കുന്നു, എന്നിട്ട് പറയുന്നത് സമാധിയാണെന്ന് പറയുന്നു, അത് പൊളിക്കാൻ പറ്റില്ലെന്ന് പറയുന്നു. ഇത് സത്യത്തിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നാടകങ്ങൾ, അതായത് ദിവസങ്ങൾ കടന്നുപോയാൽ ഈ മൃതശരീരം അഴുകുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ അഴുകിയിട്ടുണ്ടെങ്കിൽ എന്താണോ സംഭവിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയുണ്ടാകും. അതിലേക്ക് കൊണ്ടുപോയി എത്തിക്കുകയാണ് അവരുടെ ലക്ഷ്യം എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള വിമർശനം ആ കുടുംബത്തിനെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവരെന്താണ് ചെയ്യുക? നിങ്ങൾ അത് തുറന്ന് പരിശോധിക്കുക, ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, സത്യം പുറത്തു വരട്ടെ എന്ന നിലപാട് സ്വീകരിക്കുകയല്ലേ ചെയ്യുക. പക്ഷെ ഇത് അവിടെ അവർ സ്വീകരിക്കുന്നില്ലല്ലോ. വലിയ വിമർശനങ്ങൾ വരുമ്പോഴും അത് തുറക്കണമെന്ന നിലപാടിലേക്ക് ഇവരെ പിന്തുണയ്ക്കുന്ന സംഘടനകൾ പോലും മാറുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും ഇല്ല, ഞങ്ങൾ അത് സമ്മതിക്കില്ല എന്ന് പറയുന്നിടത്താണ് ഇവർ നടത്തുന്ന പ്രതികരണങ്ങളിലെ വൈരുദ്ധ്യം നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ രാജസേനൻ അടക്കമുള്ള ആളുകൾ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഈ വിഷയത്തിൽ ഇവർ എന്തൊക്കെയോ ഉരുണ്ടുകളി കളിക്കുന്നതായിട്ട് തോന്നുന്നില്ലേ? അച്ഛൻ ഇൻസുലിൻ കുത്തിവെച്ച ശേഷമാണ്, അതുപോലെ തന്നെ മരുന്നുകളൊക്കെ കഴിച്ച ശേഷമാണ് സമാധിയാകാൻ പോയതെന്ന് പറയുന്നു. സമാധിയാകാൻ പോകുന്ന ആരെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമോ? മാത്രമല്ല 3 ദിവസം മുമ്പ് ആശുപത്രിയിലും പോയിരുന്നു എന്ന് പറയുന്നു. സമാധിയാകാൻ പോകുന്നുവെന്ന് 3 ദിവസം മുമ്പ് അമ്മയുടെ അടുത്ത് പറഞ്ഞതാണ് എന്ന് കൂടി പറയുന്നു. അങ്ങനെ സമാധിയാകാൻ പോകുന്നുവെന്ന് ഒക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള, ഇവരുടെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ജ്ഞാനിയായിട്ടുള്ള ഈ പറയുന്ന നെയ്യാറ്റിങ്കര
ഗോപൻ സ്വാമി ഇങ്ങനെ സമാധിയാകാൻ പോകുമ്പോൾ എന്തിനാണെന്നേ ഈ പറയുന്ന യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കാനുള്ള അല്ലെങ്കിൽ യാതൊരു രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ തന്റെ ജീവൻ പോകാതിരിക്കാനുള്ള എല്ലാ രീതിയിലുള്ള തയ്യാറെടുപ്പുകളും എടുത്തുകൊണ്ട് ഇങ്ങനെ പോകുന്നത് എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ടല്ലോ. അങ്ങനെ എത്ര ചോദ്യങ്ങളാണ് നിഴലിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ കല്ലറ പൊളിക്കേണ്ടതുണ്ട്. ആ കല്ലറ പൊളിച്ച് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. ഇന്നലെ ഡോക്ടർ ജിനേഷ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ്, അതുകൂടി ഞാനൊന്ന് വായിക്കാം. നെയ്യാറ്റിങ്കര കേസിൽ പോസ്റ്റ്മോർട്ടം വൈകുന്നത് മൂലം പ്രശ്നങ്ങൾ വർദ്ധിക്കുകയുള്ളൂ. മരണശേഷം ശരീരം ജീർണിക്കാൻ തുടങ്ങും. അതായത് നമ്മുടെ ശരീരത്തിൽ പല വ്യത്യാസങ്ങളും സംഭവിക്കും. മരിച്ച ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത് ആരംഭിക്കും. മരിച്ച ശേഷം 1-2 ദിവസം കഴിഞ്ഞ ബോഡി കണ്ടിട്ടില്ലാത്തവർ ഉണ്ടാവില്ല എന്ന് കരുതുന്നു. വിശദീകരിക്കുന്നില്ല. അഴുകുന്തോറും മരണകാരണം കണ്ടെത്താനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ടേയിരിക്കും. പോസ്റ്റ്മോർട്ടം പരിശോധനയിലൂടെ കൃത്യമായ മരണകാരണം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ കല്ലറ തുറക്കുന്നത് തടയുന്നവർ ഇതുകൂടി ചിന്തിച്ചാൽ നന്നായിരിക്കും. 4 രീതിയിലാണ് മരണം സംഭവിക്കുന്നത്. സാധാരണഗതിയിൽ നാച്ചുറൽ ഡെത്ത് അഥവാ സ്വാഭാവിക മരണം, ആക്സിഡന്റൽ ഡെത്ത് അഥവാ അപകട മരണം, ഹോമിസൈഡ് അഥവാ കൊലപാതകം, സൂയിസൈഡ് അഥവാ ആത്മഹത്യ. ഈ കേസിൽ അപകട മരണം എന്നത് ഒഴിവാക്കാം എന്ന് തോന്നുന്നു. ബാക്കി എന്താണ് എന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കേണ്ടത് മജിസ്ട്രേറ്റ് ആണ്. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അല്ല, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. അയാളാണ് സ്റ്റേറ്റിന്റെ കടമ നിറവേറ്റേണ്ടത്. മരിച്ചയാളുടെ നീതി സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇവിടെ അതിന്റെ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റും, അതായത് തഹസിൽദാർ, ഡെപ്യൂട്ടി കളക്ടർ അങ്ങനെയുള്ളവർ. കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ചർച്ചയുടെ വഴിയിലൂടെ പോസ്റ്റ്മോർട്ടത്തിന് സമ്മതിക്കുന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ വൈകുന്തോറും മരണകാരണം കണ്ടെത്താൻ ബുദ്ധിമുട്ടാവും എന്നത് മറക്കരുത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സ്വാഭാവിക മരണമാണെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പെട്ടുപോകും എന്നൊക്കെ പലരും പറയുന്നത് കേട്ടു. അങ്ങനെയൊന്നുമില്ല. മരണകാരണം എന്താണ് എന്ന് അറിയുന്നത് പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് ശേഷമാണ്. അത് മുകളിൽ പറഞ്ഞ ഏത് കാറ്റഗറിയിലും ആകാം. അത് എന്തായാലും ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന മജിസ്ട്രേറ്റിനോ, കേസ് അന്വേഷിക്കുന്ന പോലീസിനോ, പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തുന്ന ഡോക്ടർക്കോ, ഫോറൻസിക് എവിഡൻസ് ശേഖരിക്കുന്ന വിദഗ്ധർക്കോ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കൃത്യമായ മരണകാരണം കണ്ടെത്തുകയാണ് എല്ലാവർക്കും നല്ലത്. വിഷം കലക്കികളായ സുവർണാവസര ടീമുകൾ എത്തുമെന്ന് ആശങ്കപ്പെട്ട് സ്റ്റേറ്റ് കർത്തവ്യം വഹിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചില സുവർണാവസര മോഹികളായിട്ടുള്ള വർഗീയ വിഷം പാകി നടക്കുന്ന പല സംഘ്യ കുട്ടന്മാരും ഒക്കെ രംഗത്തേക്ക് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ വിഷയത്തിൽ എന്തായാലും കല്ലറ പൊളിച്ച് തന്നെ ഉടൻ തന്നെ ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ മൃതശരീരം ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. മാത്രമല്ല വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ഫോറൻസിക് പരിശോധന നടത്തിയ ശേഷം മാത്രമാണ് ഈ പറയുന്നത് പോലെ ഈ സ്ലാബ് ഇട്ട ശേഷമാണോ ശ്വാസം മുട്ടിയാണോ ഗോപൻ സ്വാമി മരിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്തായാലും ഈ വിഷയത്തെ വേറെ രീതിയിൽ വർഗീയവൽക്കരിച്ചുകൊണ്ട് ദയവ് ചെയ്ത് ആരും തന്നെ ഒരു പ്രതികരണം രേഖപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഈ വിഷയത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചുകൊണ്ട് കേവലം റേറ്റിംഗിന് വേണ്ടി മാധ്യമങ്ങൾ നെറികെട്ട അധാർമിക മാധ്യമ പ്രവർത്തനമോ കളിക്കരുത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.